എൻ്റെ പേര് രമ്യ ഇവിടെ പരിചയപ്പെടുത്തി. ജയേഷ് എന്നാണ്. സ്ഥലം പാലേരിയാണ്. എന്നെ ഈ ഒരു മഹത്തായ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത് എന്നാ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഇന്ന് എന്താ പറയാ അപ്കമിങ് NTC ലീഡർ ആയിട്ടുള്ള നമ്മുടെ ബിബി സാറാണ്. സാറിന് ഒരു ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. എന്തായാലും ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ ഒരു പൊൻപുലയിൽ സമ്മാനിച്ച ദൈവത്തിനും ഇന്ന് ഈ എന്താ പറയുക ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള ബഹുമാന്യരായ നിങ്ങൾ ഓരോ വ്യക്തികളെയും ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാന്ന്. നമ്മള് ജീവിതത്തില് ഒരുപാട് ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് അവിടെയൊന്നും ഒരു എന്താ പറയാ ഒരു വേണ്ട ഒരു അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു പുരോഗതി നേടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മള് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയിൽ എത്തിപ്പെട്ടതും അതിനെക്കുറിച്ച് പഠിക്കാനും അതിലൂടെ രക്ഷപ്പെടാന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായതൊക്കെ. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പായ ഒരു ബിസിനസ്സാണ്. ഇതിൽ രക്ഷപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മളൊക്കെ ഒരുപാട് ആളുകളെ പുറത്തുനിന്ന് ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളും ഒരുപാട് മേഖലകളിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും 10, 20, 30, 40, 50 വർഷം കൊണ്ട് ജോലി ചെയ്ത ആള് പോലും ജീവിതത്തില് സക്സസ് ആയിട്ടില്ല. പക്ഷേ ഇവിടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയില് ഒരു 5ഉം 6ഉം 7ഉം അതായത് 10 കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് മിഞ്ഞാന്നോട് കൂടി 12 വർഷം പൂർത്തിയാക്കി. ഈ 12 വർഷത്തിന്റെ ഉള്ളിൽ കോടിക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളെയാണ് കോടീശ്വരനാക്കി മാറ്റിയിട്ടുള്ളത്. ല്ലേ? അപ്പൊ ഒരു 12 വർഷം കൊണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളുകളെയൊക്കെ ഒരുപാട് വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ഒരു സാധാരണക്കായ മനുഷ്യനെ കോടീശ്വരനാക്കി ലക്ഷപ്രഭുക്കളാക്കി മാറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബിസിനസ് സാമ്രാജ്യമാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്, അവര് വിജയിച്ച കാര്യങ്ങള്, അവര് പറയുന്ന സമയത്ത് നമ്മളത് കേൾക്കാനും ഈ കേട്ട കാര്യങ്ങൾ കൃത്യമായി മറ്റുള്ള ആളുകൾക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനും നമുക്ക് പറ്റണം. അപ്പോ ഇതിന്റെ ഷെയറിങ് ഒരു സെക്കൻഡ്. ഇന്നത്തെ പ്രശ്നം ആ. നമ്മളെ ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ, ഒരു ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അപ്ലൈൻ ലീഡേഴ്സ് പറയുന്നത് പറയുന്ന സമയത്ത് നമ്മുടെ ഒക്കെ ചെവി ഇങ്ങനെയാ. നമ്മുടെ ജീവിതത്തില് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചേ മതിയാവൂ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ആദ്യം ഈ ചെവിയുടെ അടപ്പ് നമ്മൾ എടുക്കണം. അല്ലേ? അപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ ഇത് എടുക്കുകയും അതിനുശേഷം നമ്മൾ കേട്ട കാര്യങ്ങള് മറ്റുള്ള ആളുകളോട് പറയാതെ ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ ഒരു കാരണവശാലും നമ്മൾ സക്സസ് ആവൂല. ഒരു കാരണവശാലും സക്സസ് ആവൂല. അതുകൊണ്ട് ഈ ചെവിയുടെ അടപ്പെടുക്കുകയും നമ്മുടെ വായിന്റെ ഈ ഒരു സിബ് ഓപ്പൺ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവാൻ പറ്റുന്ന ഇത്രയും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും. വേറെ അങ്ങനെയുള്ള ഒരു അവസരമേ ഇനിയില്ല. അപ്പോ ഇവിടെ ഈ കാര്യങ്ങൾ രണ്ടും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. നാട്ടുകാര് നാട്ടുകാര് നമ്മുടെ കുടുംബക്കാര് ല്ലേ, ചുറ്റുവട്ടത്തുള്ള ആളുകള് അവൻ രക്ഷപ്പെട്ടു പോവോ എന്നുള്ള ഒരു സംശയമുള്ള ആളുകളൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ചെവിയൊക്കെ ഇങ്ങനെയായിരിക്കണം. എന്റെ ചെവി അങ്ങനെയാ. അപ്പോ അവര് പലതും പറയും. നാട്ടുകാര് പലതും പറയും. വീട്ടുകാര് എന്താ പറയാ കുടുംബക്കാര് പലതും പറയും. അപ്പൊ ആ സമയത്ത് നമുക്ക് തിരിച്ചു പറയണമെന്നും അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരോട് നിങ്ങൾ ഒന്നും മിണ്ടരുത്. ഈ രണ്ട് കാര്യങ്ങൾ, രണ്ട് സ്ഥലങ്ങളില് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോ ഇതിനെ നമ്മൾ എത്രത്തോളം നമ്മൾ ഈ ഒരു രീതി ചെയ്യുന്നുവോ, ബിസിനസ് മീറ്റിംഗ്, ട്രെയിനിങ്, പ്രോഗ്രാമുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ഈ അടപ്പെടുക്കുകയും അതിനുശേഷം അവരിൽ നിന്ന് കേട്ട കാര്യങ്ങള് കൃത്യമായി നമ്മുടെ ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഈ സിബ് ഒഴിവാക്കുകയും വേണം. അല്ലേ? ഒന്ന് നമ്മുടെ ഷട്ടർ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. തുറക്കേണ്ട സ്ഥലങ്ങളിൽ ഈ ഷട്ടർ തുറക്കുകയും കേൾക്കേണ്ട സ്ഥലങ്ങളിൽ ഈ അടപ്പ് എടുക്കുകയും ചെയ്തു കേട്ട് കഴിഞ്ഞാൽ സക്സസ് ആവാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു കാര്യം ചെയ്യാം. നമുക്കറിയാം, രണ്ടാമത്തെ ഒരു സ്ലൈഡ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ്ടോ, നിങ്ങൾ അവർക്ക് എന്താണോ നൽകുന്നത് അത് തന്നെയാണ് അവർ തിരിച്ചു നൽകുക. അല്ലെ? നമ്മുടെ ടീമിലേക്ക് എന്താണോ കൊടുക്കുന്നത്
അതായിരിക്കും കൃത്യമായി തിരിച്ചു തരിക. ഇത് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. ഇപ്പോ ഇത് നമ്മുടെ മക്കളാണ്. ചെറിയ മക്കളോട്, അതായത് എന്താ പറയാ, ചെറിയ കുട്ടികളോട് അമ്മമാര് ഇല്ലെങ്കിൽ അതങ്ങനെയാണല്ലോ കാണുന്നത്. ഫോട്ടത്തിലുള്ളതുപോലെ പറയാന്ന്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവര് വളരുന്നുണ്ട്. വളർന്ന് വലുതാകുമ്പോ സമയത്ത് നമ്മള് എന്താ പറയാ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് അവര് നമ്മളെ ഇട്ട് പെരുമാറും. ല്ലേ? അവര് നമ്മൾ എങ്ങനെയാണോ അവരോട് പെരുമാറിയത് അതേപോലെ അവര് തിരിച്ച് പെരുമാറും. അതേപോലെ ഈ ബിസിനസ്സില് നമ്മള് നമ്മുടെ എന്താ പറയാ കൂടെ വന്ന ആളുകളോട് നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കൂടെ വന്ന ആളുകള് നമ്മളോട് പെരുമാറുക. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ പെരുമാറ്റച്ചട്ടവും ഇതിന് അത്യാവശ്യമാണ്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഭൂരിഭാഗം ആളുകളും ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് ഇങ്ങനെയാ. നമ്മുടെ ഭവിനേഷ് കൃഷ്ണ സാർ പറയുന്നത് പോലെ ജയിക്കുന്നതിന്റെ തലേ ദിവസമായിരിക്കും നമ്മളൊക്കെ എന്ത് ചെയ്യുക, കിറ്റ് ചെയ്ത് പോകുന്നത്. അല്ലെ? അതൊരു വലിയൊരു സംഭവമാണ്. നമ്മള് 1 2 ദിവസവും കൂടി ഇതിൽ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു അവസരം കിട്ടിയ സമയത്താണ് നമ്മൾ അവിടെ നിന്ന് കിറ്റ് ചെയ്ത് പോവുക. അപ്പൊ അങ്ങനെ പോവാൻ പാടില്ല. ഇതിന്റെ എൻഡ് കണ്ടിട്ടേ മടങ്ങാവൂ. അപ്പോ അതങ്ങനെ. ഇത് ഞാൻ വെറുതെ ഇതിൽ കണ്ടപ്പോ ഞാനൊന്ന് ചെയ്തു എന്ന് മാത്രം. പിന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മള് എന്താ പറയാ, ഒരു ടേക്ക് എ അഡ്വാൻറ്റേജ്. നമ്മളത് ഒരു മുതലെടുക്കാൻ വേണ്ടി ആയിരിക്കരുത്. നമ്മുടെ ഒരു ബോസ് ആവാൻ പാടില്ല. നമ്മുടെ കൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് ഒരു മുതലെടുപ്പായി പോകരുത്. അവരെ നല്ല രീതിയിൽ എംപവർ ചെയ്യുന്ന ആളായി മാറിയാൽ മാത്രമേ ലീഡർ ആവൂ. ഇല്ലേ? ഒരു കൂടെ വന്ന ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും അവരെ നന്നായിട്ട് മുതലെടുക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അയാൾ ഒരു ബോസ് ആണ്. ആ ബോസ് കൃത്യമായിട്ട് ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോവാൻ വളരെ സാധ്യത കുറവാണ്. അതേ സ്ഥാനത്ത് കൂടെ വന്ന ആളുകളെ എംപവർ ചെയ്യിച്ച് അവർക്ക് കൊടുക്കേണ്ട വളവും വെള്ളവും കൊടുത്ത് അവരെ വളർത്തിയെടുക്കാനുള്ള പണി എടുത്തു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് അയാളാണ് ലീഡർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലീഡർ ആവണോ ബോസ് ആവണോ? നമ്മള് ലീഡർ ആവണോ ബോസ് ആവണോ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോ നമുക്കൊരു ലീഡറായി മാറണമെങ്കിൽ നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ നമ്മളെക്കാട്ടും കഴിവും കപ്പാസിറ്റിയും ഉള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ കൂടെ കടന്നു വരും. അതല്ലെങ്കിൽ നമ്മൾ വളരുമ്പോ അതെന്താ പറയാ, ഇതുപോലെ ബോസിനെ പോലെ ആവാൻ പാടില്ല. നമ്മൾ വളരുന്നതിനനുസരിച്ച് എന്താ പറയാ വളവും വെള്ളവും തന്ന് കൃത്യമായി വളർത്തുന്ന ആളുകളായിട്ട് ഓരോരുത്തരും മാറണം. എന്നാൽ മാത്രമേ ഇതിലൊരു പാസീവ് ഇൻകവും ഇതിൽ നമ്മളൊരു 10 ദിവസം വീട്ടിൽ ഇരുന്ന് പോയാലും നമ്മുടെ കുടുംബത്തിന് വരുമാനം കിട്ടുകയും നോമിനേഷൻ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് എന്ന് പറയാന്നല്ലാണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൊരു ലീഡറായി മാറി നമ്മുടെ കൂടെ വന്ന ആളുകളെ നല്ല രീതിയിൽ പരിചരിച്ചു കഴിഞ്ഞാൽ മാത്രമേ, അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു കൃത്യമായ ഒരു ലീഡറായി മാറുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ഇനി ഞാൻ നമ്മുടെ എന്താ പറയാ 2,10,000 സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അപ്പൊ എങ്ങനെയാണ് ഒരു 2,10,000 രൂപ ഒരാള് ഏൺ ചെയ്യുന്നത്? ആ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കിട്ടുന്ന വരുമാനം എന്തൊക്കെയാണ്? ഇത്രയും പൈസ കൊടുക്കുവാണെങ്കിൽ ആരെങ്കിലും വേറെ ഏതെങ്കിലും ജോലിക്ക് പോവോ? എല്ലാരും ഇതല്ലേ ചെയ്യാ? ഒരാഴ്ചക്ക് 2,10,000 ഒക്കെ നടക്കുവോ? അപ്പോ ഒരു 10,000 രൂപയുടെ സാധനം എടുത്ത് എല്ലാവർക്കും 12% വെച്ച് കൊടുത്തു കഴിഞ്ഞാല് 1,200 രൂപ വെച്ച് കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ കമ്പനി വലിയൊരു നഷ്ടത്തിലേക്കല്ലേ പോവുക? അങ്ങനെയാണെങ്കിൽ എത്ര കാലം ഈ കമ്പനി നിലനിൽക്കും? ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സംശയം. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി, കണക്കുകളെ പറ്റി ഇങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ എന്താ പറയാ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ ശ്രീധരൻ സാറിലൂടെയാണ്. ഈ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും പൈസ കൊടുക്കുന്നത്, അത് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ ലാഭം എന്താണ്, ഇപ്പോ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ കിട്ടുന്നത് ഇത്ര മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ കൃത്യമായി എനിക്ക് അതിന്റെ ഒരു ക്ലാസ് കിട്ടിയിട്ടുള്ളത് നമ്മളെ ശ്രീധരൻ സാറിലൂടെയാണ്. ശ്രീധരൻ സാറിന് ഒരു നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പൊ എന്തായാലും ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങുമ്പോൾ എത്ര രൂപയുടെ കച്ചവടം നടക്കണം? ആ കച്ചവടം നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തി 2,10,000 രൂപ വാങ്ങുമ്പോൾ അവരുടെ കൂടെ വന്ന എത്ര ആളുകൾക്കാണ് ഇതിലൂടെ വരുമാനം കിട്ടുക? അങ്ങനെ കിട്ടുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്കൊന്ന് വെറുതെ ഒന്ന് ഓടിച്ചു പോവാം. അപ്പൊ എന്തായാലും ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങണമെങ്കിൽ, ഞാൻ എൻ്റെ ഫോണൊന്ന്
ക്രോസ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ സംശയം പ്രശ്നമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഇവിടെ ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2 2 ലെഗുകൾ നമുക്ക് കമ്പനി തരും അല്ലെ. ആ 2 ലെഗുകളിലാണ് കച്ചവടം നടക്കേണ്ടത്. ഇവിടെ ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങുമ്പോൾ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും 17,50,000 ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം നടത്തണം. 17,50,000 ബിസിനസ് വോളിയത്തിന്റെ കച്ചവടം ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും ഒരാഴ്ച നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരാഴ്ച നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, 2,10,000 കിട്ടുക. അപ്പൊ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഒരു ഭാഗത്ത് 17,50,000 മേലെ പവർ ഉണ്ടെങ്കിൽ അല്ലെ, ഇപ്പുറത്തെ ഭാഗത്ത് 17 ലക്ഷം ഒരാഴ്ച കൊണ്ട് നടന്നാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഭാഗത്ത് എന്നുള്ളത്. അപ്പൊ രണ്ട് ഭാഗത്തും 17,50,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 1ലും 17,50,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 2ലും നടന്നാലാണ് ഒരു വ്യക്തിക്ക് 2,10,000 രൂപ കിട്ടുക. അപ്പോ അത് എത്ര രൂപയുടെ ക്യാഷ് ആണെന്ന് നോക്കിയാൽ 23,35,000 രൂപയുടെ കച്ചവടം. 23,35,000 രൂപയുടെ കച്ചവടം ബ്രാഞ്ച് 1ലും 23,35,000 രൂപയുടെ കച്ചവടം ബ്രാഞ്ച് 2ലും നടക്കുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക്, ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 2,10,000 രൂപ വരുന്നത്. അപ്പൊ ഇങ്ങനെ 2,10,000 രൂപ ഒരു വ്യക്തിക്ക് കിട്ടുമ്പോ നമുക്കറിയാവുന്ന സൂപ്പർ മാർക്കറ്റുകളിലും നല്ല വലിയ വലിയ ഷോറൂമുകളിലൊക്കെ അവിടെ 2,10,000 ഒക്കെ ഒരാഴ്ച വരുമാനം ഉണ്ടാകുന്ന സമയത്ത് ആ 2,10,000 അത് അതിന്റെ ഓണർക്ക് മാത്രം ഉള്ളതാണ്. മറ്റുള്ള ആളുകൾക്കൊക്കെ മാസത്തിൽ മാത്രം ശമ്പളം കിട്ടും അല്ലേ. പക്ഷെ ഇവിടെ ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങുമ്പോ അയാളുടെ കൂടെ വന്ന ആളുകൾക്ക് ഇവിടെ 450 രൂപ മുതൽ 1,05,000 രൂപ വരെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടാണ് ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. ഇവിടെ മൊത്തം കച്ചവടം നടക്കേണ്ടത് 23,35,000 ബ്രാഞ്ച് 1ലും 23,35,000 ബ്രാഞ്ച് 2ലും നടക്കുമ്പോൾ മൊത്തം ടോട്ടൽ ക്യാഷ് എന്ന് പറയുന്നത് 46,70,000 രൂപയുടെ 46,70,000 രൂപയുടെ കച്ചവടം നടക്കുമ്പോഴാണ് ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങുന്നത്. 46,70,000 രൂപയുടെ കച്ചവടം നടക്കുമ്പോൾ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ട്രിപ്പ് ബ്രാഞ്ച് 1ലെ ഒരു വ്യക്തിക്ക് 1,05,000 ബ്രാഞ്ച് 2ലെ ഒരു വ്യക്തിക്ക് 1,05,000 കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ 1,05,000 പ്ലസ് 1,05,000 രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ 2,10,000 തന്നെ ആ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള ആളുകൾക്കും കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കുമ്പോൾ ഇവിടെയും 2,10,000 തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ 2,10,000 കൊടുക്കുന്നത് 4 ആളുകൾക്കാണ്. 52,500 രൂപ വെച്ച് ബ്രാഞ്ച് 1ലുള്ള 2 ആളുകൾക്കും 52,500 രൂപ വെച്ച് ബ്രാഞ്ച് 2ലുള്ള 2 ആളുകൾക്കും. ഇങ്ങനെ 4 ആളുകൾക്ക് 52,500 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 2,10,000 രൂപ തന്നെയാണ്. ഇനി നാലാമത്തെ സ്റ്റെപ്പില് ഇവിടെയും 2,10,000 തന്നെ അവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരാൾക്കല്ല, ഇവിടെ 8 ആളുകൾക്കാണ് അത് വീതിച്ചു കൊടുക്കുന്നത്. 8 ആളുകൾക്കാണ് ഈ 2,10,000 രൂപ വീതിച്ചു കൊടുക്കുന്നത്. 4 ആളുകൾക്ക്, ബ്രാഞ്ച് 1ലുള്ള 4 ആളുകൾക്ക് 26,250 രൂപയും അതേപോലെ ബ്രാഞ്ച് 2ലുള്ള 4 ആളുകൾക്ക് 26,250 രൂപയും. ഇങ്ങനെ 8 ആളുകൾക്ക് 26,250 ഇൻറ്റു 8 നോക്കിയാൽ അവിടെയും നമുക്ക് കാണാൻ പറ്റും 2,10,000 രൂപ. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ്, ഇവിടെയും 2,10,000 തന്നെ ഇവിടെ കൊടുക്കുന്നത് 16 ആളുകൾക്കാണ്. ഇവിടെ 16 ആളുകൾക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ബ്രാഞ്ച് 1ലുള്ള 8 വ്യക്തികൾക്ക് 13,125 രൂപയും ബ്രാഞ്ച് 2ലുള്ള 8 ആളുകൾക്ക് 13,125 രൂപയും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 8 16 ആളുകൾക്ക് 13,125 രൂപ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെയും ആ ആഴ്ച ഈ 8 വ്യക്തികൾക്ക് 16 വ്യക്തികൾക്ക് കൂടെ 2,10,000 രൂപ കമ്പനി കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ്
ആറാമത്തെ സ്റ്റെപ്പിലും 2,14,000 തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ 32 ആളുകൾക്കാണ് ഇത് വീതിച്ചു കൊടുക്കുന്നത്. ഈ 2,14,000 32 ആളുകൾക്ക് വീതിച്ചു കൊടുക്കും. ബ്രാഞ്ച് 1ലുള്ള 16 ആളുകൾക്ക് 6,562 രൂപയും ബ്രാഞ്ച് 2ലുള്ള 16 ആളുകൾക്ക് 6,562 രൂപയും വീതിച്ചു കൊടുക്കും. അങ്ങനെ 32 ആളുകൾക്ക് 6,562 രൂപ നമ്മൾ ടോട്ടൽ കണക്ക് കൂട്ടിയാൽ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും 2,10,000 രൂപ. നെക്സ്റ്റ് ഏഴാമത്തെ സ്റ്റെപ്പ്. സെയിം ഏഴാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2,10,000 തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ ടോട്ടൽ കൊടുക്കുന്നത് 64 ആളുകൾക്കാണ് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. 32 ആളുകൾക്ക് ബ്രാഞ്ച് 1ല് 3,281 രൂപയും 32 ആളുകൾക്ക് ബ്രാഞ്ച് 2ൽ 3,281 രൂപയും. അങ്ങനെ 64 ആളുകൾക്ക് 64 × 3,281 നമ്മൾ ടോട്ടൽ ചെയ്താൽ അവിടെയും നമുക്ക് കാണാൻ പറ്റും 2,10,000 രൂപ എന്നുള്ളത്. ഇനി എട്ടാമത്തെ സ്റ്റെപ്പ്. ഇവിടെ 128 ആളുകൾക്കാണ് 2,10,000 രൂപ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 64 ആളുകൾക്ക് 1,640 രൂപ വെച്ചും ബ്രാഞ്ച് 1ലും 64 ആളുകൾക്ക് 1,640 രൂപ വെച്ച് ബ്രാഞ്ച് 2ലും. അങ്ങനെ ടോട്ടൽ 128 ആളുകൾക്ക് 1,640 രൂപ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെയും കിട്ടുന്നത് 2,10,000 രൂപ തന്നെയാണ്. ഇനി ഒൻപതാമത്തെ സ്റ്റെപ്പില് 2,10,000 രൂപ എന്താ പറയാ 256 ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ 128 ആളുകൾക്ക് ബ്രാഞ്ച് 1ല് 820 രൂപ വെച്ചും 128 ആളുകൾക്ക് ബ്രാഞ്ച് 2ൽ 820 രൂപ വെച്ചും കൊടുക്കും. അങ്ങനെ 256 ആളുകൾക്ക് ഇവിടെ കൃത്യമായി 820 രൂപ വെച്ച് കൊടുക്കുമ്പോൾ അവിടെയും നമുക്ക് കണക്ക് കൂട്ടിയാൽ 2,10,000 രൂപ കാണാൻ പറ്റും. ഇനി പത്താമത്തെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ മൊത്തം 2,10,000 രൂപ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നത് 512 ആളുകൾക്കാണ്. 512 ആളുകൾക്ക് 410 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 256 ആളുകൾക്ക് ബ്രാഞ്ച് 1ൽ 410ഉം 256 ആളുകൾക്ക് ബ്രാഞ്ച് 2ൽ 410 രൂപ വെച്ച് കൊടുക്കും. അങ്ങനെ ടോട്ടൽ 512 ആളുകൾക്ക് 410 രൂപ വെച്ച് കണക്ക് കൂട്ടുക. അവിടെയും കിട്ടുന്നത് 2,10,000 രൂപ. അങ്ങനെ 10 സ്റ്റെപ്പിൽ ഈ ഒരു പൈസ ഓരോ ആളുകൾക്കും വീതിച്ചു കൊടുത്തു. അങ്ങനെ 10 സ്റ്റെപ്പിൽ വീതിച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ബ്രാഞ്ച് 1ലുള്ള 511 ആളുകളും ബ്രാഞ്ച് 2ലുള്ള 511 ആളുകളും. അങ്ങനെ ടോട്ടല് നിങ്ങൾ കണക്ക് കൂട്ടണം. ഇവിടെ 21 ലക്ഷം രൂപ ഇത്രയും ആളുകൾക്ക് കമ്പനി ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ മേലെ ഒരാളും കൂടെ നമ്മൾ വിട്ടിട്ടുണ്ട്. 511 ആളുകൾ ബ്രാഞ്ച് 1ലും 511 ആളുകൾ ബ്രാഞ്ച് 2ലും മേലെ 2,10,000 വാങ്ങിയ ഒരു വ്യക്തിയും. അങ്ങനെ 1,023 ഡിസ്ട്രിബ്യൂട്ടർക്കാണ് ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങുമ്പോൾ 1,022 ആളുകൾക്ക് വരുമാനം കിട്ടുന്നു എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങിയാൽ നമ്മുടെ എന്താ പറയാ പുഴകൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോൾ അടുത്തടുത്തുള്ള അരുവികളിലും വയലുകളിലൊക്കെ വെള്ളം നിറയുന്നത് പോലെ ഇവിടെ ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം ആ ടീമിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസരം. അപ്പൊ ഇനി ടോട്ടൽ നമ്മുടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് നടന്നത് 46,70,000 രൂപയുടെ ടോട്ടൽ സെയിൽസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ കമ്പനി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇൻകം പേ ഔട്ട് ചെയ്തത്, വരുമാനം പേ ഔട്ട് ചെയ്തത് 21 ലക്ഷമാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മളെ പോലെ ആ സമയത്ത് 2,10,000 രൂപ കിട്ടുന്ന സമയത്ത് പ്രവർത്തിച്ച ഓരോ വ്യക്തികളുടെയും അക്കൗണ്ടുകളിലേക്ക് തിരിച്ച് അയച്ചു കൊടുത്തിട്ടുള്ളത് 21 ലക്ഷം രൂപയാണ്. ഇവിടെ 46,70,000 രൂപയിൽ നിന്ന് കമ്പനി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്
നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അയച്ചു കൊടുത്ത പൈസ 21 ലക്ഷം രൂപ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ ടേൺ ഓവർ, കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് ഈ 46,70,000 നിന്ന് 21 ലക്ഷം രൂപ കുറച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 25,70,000 രൂപയും കമ്പനിയുടെ ലാഭമാണ്. കമ്പനിയുടെ ലാഭം എന്നല്ല, എന്നാലും അല്ലെ, അവരുടെ ടേൺ ഓവർ ആണ്. പ്രൊഡക്റ്റുകളുടെ ഒക്കെ പൈസ ഉണ്ടല്ലോ. അപ്പോ ഇത്രയും പൈസ കമ്പനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തപ്പോ എന്റെ കിളി പോയി. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത്. അപ്പോ ഇതാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോ ഇതാണ് നമ്മുടെ ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോ ഇതില് കൃത്യമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പാണ്, 100% ഗ്യാരണ്ടിയാണ്. ഇതിലൂടെ നമുക്ക് ഇതുപോലെയൊക്കെ വരുമാനം ഉണ്ടാക്കാനും നമ്മുടെ കൂടെ വന്ന ആളുകൾക്കൊക്കെ വരുമാനം വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് പറ്റും. ആ പറ്റണമെങ്കിൽ കൃത്യമായ ഗൈഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ഒരു വന്ന വഴിയും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞ് ഈ ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായി പരിചയപ്പെടുത്തി 9 മാസം ജയേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ, ഞാനൊരു കുറ്റ്യാടിയിലെ ഓട്ടോ ഡ്രൈവർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ കാലം കൊണ്ട് തന്നെ ഒരു അടുത്ത സുഹൃത്തായി മാറിയിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബിബി സാറാണ് എന്നെ ഈ ഒരു അവസരം പരിചയപ്പെടുത്തിയത്. അപ്പോൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ ഒരു കാരണവശാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാത്തതിന്റെ പ്രധാന കാരണം എനിക്കിത് മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണമാണ്. ഇതെന്താണെന്നുള്ള മനസ്സിലായിട്ടില്ല. എനിക്ക് അറിവുണ്ട്, തിരിച്ചറിവില്ലാതായി പോയി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഈ ഒരു ബിസിനസ്സിലൂടെ വന്നിട്ട് ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതും അതേപോലെയുള്ള ഒരു സാധനമാണെന്നാണ് എന്റെ തെറ്റിദ്ധാരണ. അതുകൊണ്ട് അത് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാത്തത്. കാരണം ബിസിനസ്സിലൂടെ കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെട്ടേ മതിയാവൂ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ഏതൊരു അവസരം കിട്ടിയാലും ഞാൻ പോവും. കുടുംബത്തിനെയൊക്കെ വിട്ട് ഞാൻ ഒരുപാട് കാലം ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്താണ്. ജീവിതത്തിൽ രക്ഷപ്പെടണം, വിജയിച്ചേ മതിയാവൂ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അപ്പോ നമ്മൾ ഓരോരുത്തരും, നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ്സിൽ വരാത്ത ആളുകൾ മുഴുവനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ആ മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പാണ് അവരൊക്കെ വരും, എല്ലാരും വരും. അപ്പൊ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാ, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നതാ. ഒരുപാട് ആളുകളിൽ നിന്ന് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് ആളുകളിൽ നിന്ന് പരിചാരപ്പെട്ട ആളുകളായിരിക്കും നമ്മൾ ഓരോരുത്തരും. അവരുടെയൊക്കെ മുന്നിൽ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും മുഴുവൻ ആളുകളും. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ ഇങ്ങനെയൊക്കെ നേടിയെടുക്കാമെന്നും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ വിജയിക്കാമെന്നും, വിജയിച്ച ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസമല്ല, ജീവിതകാലം മുഴുവൻ 1, 2, 3 തലമുറയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനോ അവർക്ക് ബോധിപ്പിച്ചു കൊടുക്കാനോ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാത്തത്. അത് 100% ഉറപ്പാണ്. അങ്ങനെ 9 മാസം ബിബി സാറ് ഫോളോ അപ്പ് ചെയ്തു. ഫോളോ അപ്പ് ചെയ്തതിന്റെ ഭാഗമായി ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു. അത് ഞാനല്ല ഏറ്റെടുത്തത്, ശരിക്കും പറയാണെങ്കിൽ എന്റെ അമ്മയാണ്. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്നത്. അപ്പോ നമുക്കറിയാം, നമ്മുടെ കൈകളിലൊന്നും പൈസ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാ. നമ്മളെ സേവിങ്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ല. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കാണിക്കണമെങ്കിൽ അയൽ വീട്ടുകളിലേക്ക് ഓടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഒരു സേവിങ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ കയ്യിലും ഇതേപോലെ പൈസ ഇല്ല. ആ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാനും എന്റെ മകളുടെ കൈച്ചെയിൻ പണയം വെച്ച്, ഞങ്ങൾ അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ചെയ്ത കാര്യമാണ് പറയുന്നത്. അങ്ങനെ കൈച്ചെയിൻ പണയം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ജോയിൻ ചെയ്തു. ഒരുപാട് ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് ബിബി സാർ കൊണ്ടു തന്നു. അത് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മുടെ കട്ടിന്റെ ഉള്ളിലേക്ക് തള്ളി. 2 ദിവസം കഴിഞ്ഞ് ബിബി സാർ വീണ്ടും വന്നു. ഇതെന്തൊക്കെയാന്ന്, അങ്ങനെ എന്ത് ചെയ്തു, പ്രൊഡക്റ്റുകൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ചോദിച്ചു. പറയുന്നത് നിങ്ങൾ ഇതാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ബിബി സാർ 9 മാസം എന്നെ ഫോളോ അപ്പ് ചെയ്തു. അതിന് ഒരു 8 മാസം കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 1 കോടി രൂപയുടെ അടുത്ത് കച്ചവടം ഞാൻ നടത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി തന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് ഇങ്ങനെ ഒരു പറയുന്ന സമയത്ത് ഏറ്റവും നമ്മൾ എന്താ പറയാ,
ഒരു ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ അനിൽകുമാർ സാറ്. എന്നെ ഈ ഒരു രീതിയിലേക്ക് മാറ്റാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അനിൽകുമാർ സാറ്. ഇപ്പോ ഒരു നന്ദി ഈ ഒരു സമയത്ത് നിങ്ങളുടെയൊക്കെ മുന്നിൽ നിന്ന് അറിയിക്കുകയാണ്. അപ്പോ അങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു. കൃത്യമായി നമ്മൾ എന്ത് ചെയ്തു? ഇത് എന്താ പറയാ, ഈ ഒരു സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവച്ചു. ആ വീട്ടിലേക്ക് കൊണ്ടുവച്ചപ്പം ബിബി സാർ വീണ്ടും വന്നു ട്ടോ. അപ്പോ നമ്മള് 9 മാസം ഫോളോ അപ്പ് ചെയ്തു. പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവച്ചു. വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മളെ വീണ്ടും എന്റെ വീട്ടിലേക്ക് വന്നു. പ്രൊഡക്റ്റ് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചു. ഒന്നും ചെയ്യാണ്ട് വന്നപ്പോ ആ പ്രൊഡക്റ്റ് ഒക്കെ എടുത്തു എന്താ പറയാ വീണ്ടും പുറത്ത് കൊണ്ടുവന്നു. അതിനുശേഷം ഓരോന്ന് എടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് എന്റെ ഏട്ടനും അതേപോലെ ദിനേശ് ഏട്ടനും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അവര് രണ്ടുപേരും ഈ പേസ്റ്റിനെ പറ്റി നന്നായിട്ട് എഡിഫൈ ചെയ്ത് ബിബി സാർ പറഞ്ഞ സമയത്ത് അവര് രണ്ടുപേരും ഓരോ പേസ്റ്റുകൾ വാങ്ങി. അവര് ഉപയോഗിച്ചപ്പോ ദിനേശ് ഏട്ടന് പല്ല് എന്താ പറയാ ബ്രഷ് ചെയ്യുന്ന സമയത്ത് മോണയിന്ന് രക്തം വരുന്ന പ്രശ്നം, ആ പ്രശ്നം ഈ പേസ്റ്റ് ഉപയോഗിച്ചപ്പോ മാറി. എന്റെ ഏടത്തിയമ്മയുടെ പല്ല് വേദന ഈ പേസ്റ്റ് ഉപയോഗിച്ചപ്പോ മാറി. അപ്പൊ അവര് പറഞ്ഞു, "ഈ പേസ്റ്റ് തീർക്കല്ല, എനിക്ക് എന്നും വേണം ട്ടോ. ഇത് തീരുമ്പോ ഞാൻ പറയാം, എന്നും വേണംന്ന്" പറഞ്ഞു. അതിനുശേഷം ഞാനും ഉപയോഗിക്കാൻ തുടങ്ങി. ഞാനും ഉപയോഗിച്ചപ്പോ നല്ലതാണെന്ന് എനിക്കും മനസ്സിലായി. അപ്പൊ ബിബി സാർ പിന്നെ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, "ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് പരിചയപ്പെടുത്തണം. നീ കുറച്ച് ആളുകളുടെ ലിസ്റ്റ് എഴുതണം" എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, "എനിക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം എഴുതാൻ ആരുമില്ല. ഞാൻ എന്നെ പരിചയപ്പെടും." ഞാൻ പറഞ്ഞു, "ഒരുപാട് വർഷം ചെന്നൈയിലായതുകൊണ്ട് എനിക്ക് നാട്ടിലെ ആളുകളെ പരിചയപ്പെടുത്തുന്നത് ഒന്നുകിൽ എന്റെ പേര് എന്താ പറയാ എന്റെ ഏട്ടന്റെ അനിയന്റെയും പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെയും പേര് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചിലപ്പോ എന്താ പറയാ അച്ഛന്റെ ഇരട്ടപ്പേര് വരെ പറഞ്ഞിട്ട് ഞാന് പരിചയപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വരെ എനിക്ക് വന്നു പോയിട്ടുണ്ട്." അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരാൾക്ക് എവിടെയാ ലിസ്റ്റ് ഉള്ളത്? അപ്പൊ ഒരു ലിസ്റ്റ് പോലും എനിക്കില്ല. അങ്ങനെ ലിസ്റ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ, അങ്ങനെ പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ, ബന്ധങ്ങൾ കുറഞ്ഞ ആളുകളാണെങ്കിൽ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് ആയിരക്കണക്കിന് ആളുകളെ ബന്ധം ഉണ്ടാക്കി തന്ന, ആയിരക്കണക്കിന് ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്നുള്ളത് തിരിച്ചറിവ് പിന്നീടാണ് ഉണ്ടായത്. അപ്പൊ ഇത് നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ഇത് സാധിച്ചു എന്നുള്ളതും വലിയ ഒരു ഗുണാണ്. ഇപ്പോ എന്റെ പേര് പറഞ്ഞിട്ടാണ് എന്റെ ഏട്ടനും അനിയനും ഒക്കെ അറിയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വളരെ എന്താ പറയാ വളരെ സന്തോഷമുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുപോലെ നമുക്ക് മാറാൻ പറ്റുന്ന ഇവിടെ ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്ക് വേറെ ഏത് മേഖലയിൽ പണിയെടുത്താലും എന്താ പറയാ ഒരു വല്ലാത്തൊരു രീതിയിലായിരിക്കും നമ്മളെ നോക്കുക. അവൻ രക്ഷപ്പെട്ടു പോയാൽ എന്താ പറയാ ഒരു തീരെ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും. പക്ഷേ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരേ ഒരു കമ്പനിയിൽ മാത്രാണ് ഒരാള് രക്ഷപ്പെടുമ്പോ കയ്യടിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കില് അതാണ് ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബന്ധത്തിന്റെ കൂടെയാണ് അങ്ങനെയുള്ള ബന്ധമുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ആളുകൾക്ക് മാത്രമേ ഇല്ലേ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടൂ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ നല്ല മനസ്സുകൾ ഉണ്ടാവൂ. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ കയ്യടിക്കാൻ എന്താ പറയാ ഉള്ളു തുറന്ന് കയ്യടിക്കാൻ പറ്റൂ. ല്ലേ? ഉള്ളു തുറന്ന് അവരെ എന്താ പറയാ അവരെ സഹായിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ നിലനിൽക്കാൻ പറ്റൂ. അപ്പോ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിൽ നിൽക്കുന്ന ആളുകളൊക്കെ ജീവിതത്തിൽ സക്സസ് ആവുന്നുള്ളതും ദൈവഭാഗ്യം കൊണ്ടാണ് ഇതിൽ എത്തിപ്പെട്ടതെന്നുള്ളതും ഇതിൽ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഇതിൽ പിടിച്ചു നിൽക്കുന്നതെന്നുള്ളതും. അപ്പോ എന്നും ഒരു ദൈവത്തിനും നമ്മുടെ കൂടെ വന്ന ആളുകൾക്കും നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനും എപ്പോഴും കടപ്പെട്ടിരിക്കുക. അവരെപ്പോഴും നന്ദിയുള്ള ആളുകളായി നമ്മൾ മാറുക. അതാണ് എല്ലാ ലീഡേഴ്സും നമ്മളോട് പറയുന്ന കാര്യം. അപ്പോ അങ്ങനെ ഇത് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഞാൻ ഈ പ്രൊഡക്റ്റ് കുറച്ച് ആളുകളോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, "ബിബി സാറേ നിങ്ങള് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല. നിങ്ങള് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല. അതേപോലെ നിങ്ങൾ ഈ ലിസ്റ്റ് ഇടാൻ പറഞ്ഞത് അതും എനിക്കില്ല." എന്നോട് പറഞ്ഞു, "ജയേഷേ ശരി നിനക്ക് സംസാരിക്കാനുള്ള കഴിവ് വേണ്ട. നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. പക്ഷെ നീ എനിക്ക് കുറച്ച് ആളുകളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാനുള്ള കഴിവ് നിനക്കുണ്ടോ?" എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ എന്റെ തൊട്ടടവേലത്തുള്ള ദിനേശ് ചേട്ടനെ ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പൊ അവരവിടെ പോയിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞപ്പോ അവർക്ക് ഇത് നന്നായിട്ട് കത്തി. അവരൊരു 15,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഒരു എന്താ പറയാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും പ്രജിത്ത് എന്ന് പറയുന്ന വ്യക്തിയും രണ്ടാളുകള് അപ്പുറത്തെ ഭാഗത്തും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നതിന്റെ ഭാഗമായി ഇവിടെ ദിനേശ് ചേട്ടൻ വന്ന ഉടനെ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 1350 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു 1350 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ല്ലേ? പെട്ടെന്ന് നമ്മളൊന്ന് എക്സൈറ്റഡ് ആവും.
എങ്ങനെയാണ് ഈ 2,00,000 ഈ 1,350 രൂപ വന്നത്? അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ. അങ്ങനെ പഠിച്ചതിന്റെ ഭാഗമായി ഇത് കാര്യം മനസ്സിലായി. കാര്യം മനസ്സിലായപ്പോ ഞാൻ ദിനേശ് ചേട്ടനോടും പറഞ്ഞു. അതേപോലെ തന്നെ പ്രജിത്തിനോടും പറഞ്ഞു. ഇങ്ങനൊരു സംഭവമുണ്ട്. നിങ്ങള് 2 പേര് നിന്നെപ്പോലെ തന്നെ എന്റെ അപ്പുറത്തെ ഭാഗത്ത് ദിനേശ് എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിട്ടുണ്ട്. അവര് വന്നപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 1,350 രൂപ വന്നിട്ടുണ്ട്. ദിനേശ് ചേട്ടനോട് പറഞ്ഞു, ദിനേശ് ചേട്ടാ, നിങ്ങളെപ്പോലെ വേറൊരു വ്യക്തി എന്റെ അപ്പുറത്തെ ഭാഗത്ത് പ്രജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിട്ടുണ്ട്. അവര് വന്നപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് 1,350 രൂപ കയറിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളും 2 ആളുകളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്കും കിട്ടും 1,350 രൂപ. ഞാൻ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് വേറൊന്നും പറയാൻ അറിയേല. ആരോടൊന്നും പറയാൻ അറിയേല. നല്ല പ്രൊഡക്റ്റ് അല്ലേ ദിനേശ് ചേട്ടാ നമ്മൾ ഉപയോഗിച്ചത്? നല്ലതാണല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ മറ്റുള്ള ആളുകളെ പരിചയപ്പെടുത്ത്. അങ്ങനെ പരിചയപ്പെടുത്തി 2 ആളെ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്കും കിട്ടും 1,350 രൂപ. ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം ഇവരോടൊക്കെ സംസാരിക്കുന്നത് ലീഡേഴ്സ് ആണ്. ഈ ലീഡേഴ്സ് സംസാരിക്കുന്ന സമയത്ത് മൊബൈൽ എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഇവരെന്താണോ പറയുന്നത് അത് ഇരുന്ന് കേൾക്കാൻ തയ്യാറായി. അങ്ങനെ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് എനിക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. ഇവര് ഓരോ വീട്ടിൽ പോകുന്ന സമയത്തും പറയാ സെയിം സാധനാണ്. മൈ ലൈഫ് സ്റ്റൈലിനെ പറ്റി മാത്രമല്ലേ പറയൂ. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങള് കൃത്യമായി ഞാനിങ്ങനെ ഓരോന്നോരോന്നോരോന്നായി പഠിക്കാൻ തുടങ്ങി. പിന്നെ ചെറുതായി ഞാൻ പറയാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി ഇന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്ന രീതിയിലേക്ക്, ഒറ്റയ്ക്ക് പ്ലാൻ പറയുന്ന രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റി. അപ്പൊ ചില ആളുകളുണ്ടാവും ഈ ഒരു എന്താ പറയാ, ഈ ഒരാള് ലീഡറെ ഏൽപ്പിച്ചതിന് ശേഷം സാറേ നിങ്ങൾ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അകത്തേക്ക് പോകും. അല്ലെ? അവരോട് വേറെ ആളുകളോട് സംസാരിക്കും. അതേപോലെ ഇല്ലെങ്കിൽ മൊബൈൽ എടുത്ത് പുറത്തേക്ക് പോകും. അവര് കുറച്ച് ആളുകളെ വിളിക്കേണ്ട സമയമായിരിക്കും അത്. ഒരിക്കലും കോള് വന്നാൽ പോലും എടുക്കരുത്. ഈ ഒരു പ്ലാന് കഴിയുന്നത് വരെ ആ സാർ എന്താണോ പറയുന്നത് അത് കൃത്യമായി മനസ്സിലാക്കി അത് അടുത്തത് ഇന്നല്ലെങ്കിൽ നാളുകളിൽ ഞാൻ ചെയ്യേണ്ടതാണ്. ഞാൻ ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കണം അവിടെ ഇരിക്കേണ്ടത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു. ഞാൻ അങ്ങനെ മെല്ലെ മെല്ലെ പഠിക്കാൻ തയ്യാറായി. അങ്ങനെ ഞാനും ദിനേശ് ചേട്ടനും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് റെക്കോർഡ് ചെയ്ത് വെക്കും. ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങള് എന്താ പറയാ പ്ലാൻ പ്രസന്റേഷൻ നടത്തും. ആ പ്ലാൻ പ്രസന്റേഷൻ നടത്തിയിട്ട് ഞങ്ങളെ ഒരിക്കലും ദിനേശ് ചേട്ടാ ഇത് മോശമായിപ്പോയി അങ്ങനെയല്ല പറയാ. ഇനി ഞാൻ റെക്കോർഡ് ചെയ്ത സാധനം ദിനേശ് ചേട്ടന് കേൾപ്പിക്കും. എന്നിട്ട് ഇതിൽ എവിടെയാണ് തെറ്റ് അത് ഓരോരുത്തരും കണ്ടെത്തും. അത് തിരുത്തിയാണ് ഞങ്ങളൊക്കെ പ്ലാന് പറഞ്ഞ് പഠിച്ചത്. ഇപ്പം കിട്ടുന്നത് പോലെ കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു അവസരമോ ഒന്നും ഞങ്ങൾ വരുന്ന സമയത്ത് ഇല്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അതേപോലെ തന്നെ ലീഡേഴ്സിന്റെ കൂടെ പോയി ആണ് ഈ പ്ലാനുകളൊക്കെ പഠിച്ചത്. അപ്പൊ ഇന്ന് നമുക്ക് ഒരുപാട് നമുക്ക് എന്താ പറയാ സൂമിലൂടെയും അതേപോലെ തന്നെ എന്താ പറയാ കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പിലൂടെയൊക്കെ നമുക്ക് ഈ പ്ലാന് പറഞ്ഞ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും സാധ്യതകൾ അടുത്തടുത്ത് വരികയാണ് ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചെയ്തു. അങ്ങനെ കുറച്ച് ആളുകള് ഇവരെ കൂടെയൊക്കെ ജോയിൻ ചെയ്തു. അവർക്കൊക്കെ വരുമാനം കിട്ടി. അങ്ങനെ എന്റെ അക്കൗണ്ടിൽ വരുമാനം കൂടാൻ തുടങ്ങി. അങ്ങനെ ഓപ്പർച്യൂണിറ്റി സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു. അങ്ങനെ എന്താ പറയാ ഒരു ചെറിയ നമ്മുടെ ബിബി സാറിന്റെ TC സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം നടന്നു. ബെന്നി സാർ വരുന്ന സമയത്ത് ആണ് അവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നത്. അവിടെ എന്റെ പേര് പരിചയപ്പെടുത്താൻ സ്പീഡാക്കി പറയാന്ന് പേര് പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോ ഞാൻ അവിടുന്ന് എണീറ്റ് ഓടിയ ആളാണ്. എന്റെ കാര്യം മാത്രം പറയാ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറെ ആളുകളുണ്ട്. ഇത് കേട്ടത് തന്നെയാണ്. എന്നാലും ഞാൻ പറയാം. ഞാൻ അവിടുന്ന് എണീറ്റ് ഓടിയ ഒരാള് അവിടുന്ന് എന്താ പറയാ എന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഇരുത്തിച്ച ആളുകളാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള വിബി സാറും പ്രജി സാറും അൽകുമാർ സാറിനെ പോലെയുള്ള ഒട്ടനവധി ലീഡേഴ്സ്. ഇത്രയും ആളുകള് അല്ലെ ഒരുപാട് ആളുകളുടെ മുന്നിൽ നിന്ന് എണീറ്റ് ഓടുമ്പോ എന്നെ പുറകെ വന്ന് പിടിച്ച് ഇന്ന് ഈ ഒരു രീതിയിൽ ഇരുത്തിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഈ ലീഡേഴ്സിന് ഹൃദ്യമായ ഒരു സല്യൂട്ട് ഞാൻ പറയാണ്. കാരണം ഒന്നിനും പറ്റാത്ത ഒരു ജയേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇത്രയും ആളുകളുടെ മുന്നിൽ സംസാരിക്കാനും ഇല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കാനും എന്നെ സഹായിച്ച ലീഡേഴ്സിന് എന്നും നന്ദിയും കടപ്പാടും എപ്പോഴും അറിയിക്കും. അപ്പോ ഈ ഒരു രീതിയിലേക്ക് ഞാൻ വന്നു. അങ്ങനെ അവിടുന്ന് എണീറ്റ് അവിടുന്ന് എടുത്ത ഒരു തീരുമാനാണ് ജീവിതത്തില് ഇനി ഇതുപോലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് എന്റെ പേരെങ്കിലും പറഞ്ഞിട്ട് മാത്രമേ അവിടെ നിന്ന് ഇറങ്ങിപ്പോരൂ എന്നുള്ളത്. അപ്പോ ആ ഒരു നിമിഷം എടുക്കുന്ന തീരുമാനം നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കും നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോ ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ്
നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യാതൊരു സംശയവുമില്ല. ഇത് നമ്മളെ എന്താ പറയാ ലീഡേഴ്സ് പറയുന്നത് പോലെ ബോധ മനസ്സും ഉപബോധ മനസ്സും ഉണ്ട്. ആ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കയറ്റുന്ന സാധനങ്ങൾ മാത്രമേ എപ്പോഴും സക്സസ് ആയി മാറാറുള്ളൂ എന്നാണ്. അപ്പോ അങ്ങനെ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു. അങ്ങനെ ചെറിയൊരു ടീം സെറ്റായി വന്നു. ടീം സെറ്റായി വന്നപ്പോ എന്റെ ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാം. ഞാൻ വിചാരിക്കുന്നത് എന്റെ കൂടെ വന്ന ആളുകളൊക്കെ മുഴുവനും ല്ലേ? ഇത് നമ്മളെ ജീവിതത്തിൽ സക്സസ് ആവണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ എന്റെ കൂടെ വന്ന ഓരോ വ്യക്തികളും എന്റേത് മാത്രാണ്. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, പൂർണ്ണ ഉത്തരവാദിത്തം എന്റേത് തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അപ്പൊ അവിടെ എന്റെ ടീമിനെ വളർത്താനും, എന്റെ ടീമിനെ പരിരക്ഷിക്കാനും, എന്റെ ടീമിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇവിടെ ജയേഷ് എന്ന് പറഞ്ഞ വ്യക്തി പഠിച്ചേ മതിയാവൂ. പഠിച്ചേ മതിയാവൂ. ല്ലേ? ടീമിനെ നിയന്ത്രിക്കണമെങ്കിൽ, ടീമിനെ സംരക്ഷിക്കണമെങ്കിൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ ഞാൻ പഠിച്ചേ മതിയാവൂ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളും ഞാൻ പഠിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പഠിച്ചതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ ഞാൻ പഠിച്ചത് മുഴുവനും എന്റെ കൂടെ വന്ന ആളുകളെ രക്ഷപ്പെടുത്താനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ പഠനം കുറച്ചും കൂടെ ഹൈ ആയി മാറി. ഞാൻ പഠിക്കുന്നത് മുഴുവനും നമ്മളെന്താ പറയാ, നമുക്കിപ്പോ ഒരു GTS എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാം GTS. ഓ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതല്ലേ. ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നതല്ലേ. ഇത് ഇനി ഓരോ അടുത്ത ഘട്ടം എന്താ പറയാ അത് നമുക്കറിയാം. ഇനി അവസാനം ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ പറയും അതും നമുക്കറിയാം. പക്ഷേ ല്ലേ, പക്ഷെ ഒരു ദിവസം ഒന്ന് അവിടെ കയറി നിന്ന് പറഞ്ഞു നോക്കണം നമ്മുടെ അവസ്ഥ തിരിയണമെങ്കിൽ. അല്ലേ? അങ്ങനെ ഒരു ദിവസം അവിടെ കയറി നിൽക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അത് ആ GTS നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അതൊന്നും പോരാ കേട്ടത്, എന്നും ഒരുപാട് പ്രാവശ്യം കേട്ടാൽ മാത്രമേ ഞാൻ ഇത് പഠിക്കൂ എന്നുള്ള രീതിയിലായിരിക്കും. അല്ലേ? അപ്പൊ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ തിരിച്ചറിവ് വരുന്നത്. നമുക്ക് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ തിരിച്ചറിവ് വരുന്നത്. ഇല്ലെങ്കിൽ എനിക്കറിയാം എന്നുള്ള രീതിയിൽ ഞാൻ മാത്രം പഠിക്കുകയാണെങ്കിൽ എനിക്കറിയാം. ഇത് സംഭവം GTS എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയാണ് ഇതിന്റെ ഇൻകം പ്ലാൻ, ഇത് എനിക്കറിയാം. പക്ഷെ എനിക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനത് പഠിച്ചിട്ടില്ല. അപ്പോ പിന്നെ ഞാൻ പഠിക്കാൻ തയ്യാറായത് വേറെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിന്ന് പറഞ്ഞു കൊടുക്കാനും, ഇന്നെന്താ പറയാ, ഒരു കടിയങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു GTS പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനും, അവിടെ ഒരുപാട് ആളുകളെ GTS പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പഠന കളരി അവിടെ ഉണ്ടാക്കാനും, അവിടെ എന്താ പറയാ ഒരു ആറോളം ആളുകൾ ഇന്ന് GTS എടുക്കുന്ന രീതിയിലേക്കും, ഒട്ടനവധി ആളുകൾ MC ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറി. ഇനി ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ ഇനി അടുത്ത എന്താ പറയാ റിപ്പബ്ലിക് ഡേക്ക് അല്ലെ, ഒരു സ്വാതന്ത്ര്യ ദിനം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കോ, ആ ടീമില് ഒട്ടനവധി ആളുകൾ പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയാ MC-യും അതേപോലെ പ്ലാനൊക്കെ പറയുന്ന ഒട്ടനവധി ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി ആക്കിയിട്ട് ഞങ്ങൾ അത് മാറ്റും. അവിടെ നിങ്ങളെ ഓരോരുത്തരുടെയും സഹകരണം വേണം. നമുക്ക് ആരും എന്റെ ടീം എന്നല്ല ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആർക്ക് വന്നാലും നമുക്ക് അവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാം. എല്ലാവർക്കും ഒന്നിച്ച് രക്ഷപ്പെടാനും പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ കൂടെ വന്ന ആളുകളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തില് ഇല്ലെങ്കിൽ വിജയിക്കാൻ പറ്റുന്ന ഇത്രയും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റും, ഇതല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളത്. അപ്പോ കൂടെ വന്ന ഓരോരുത്തരുടെയും സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാനും, ല്ലേ, അവരുടെ സ്നേഹത്തിൽ നമുക്ക് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒറ്റ കാര്യം മാത്രം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളെ നമ്മളെ അംഗീകരിക്കാനും, ഒരുപാട് ആളുകളെ നമ്മളെ പ്രശംസിക്കാനും, ഒരുപാട് ആളുകൾ നീ സംഭവമാണടാ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കാരണവശാലും ആ ബൾബ് കത്തരുത്. ആ ബൾബ് കത്തുന്ന സമയത്ത് ആ ബൾബ് സ്വിച്ച് ആരുടെ കയ്യിലായിരിക്കണം? ആ ബൾബിന്റെ സ്വിച്ച് നമ്മുടെ കയ്യിലായിരിക്കണം. ഞാൻ ഇട്ടാൽ മാത്രമേ എന്റെ ബൾബ് കത്താവൂ. ഇല്ലെങ്കിൽ എല്ലാരും പോകുന്ന ആളുകളൊക്കെ ഇതേപോലെ സ്വിച്ച് ഇടുവാണെങ്കിൽ ആ ബൾബ് കുറച്ച് ദിവസം കൊണ്ട് അടിച്ചു പോകും. അല്ലെ? പോകുന്ന പോക്കിൽ ഇങ്ങനെ സ്വിച്ചിട്ട് കളിക്കുകയാണെങ്കിൽ ആ ബൾബ് പെട്ടെന്ന് അടിച്ചു പോകും. അതുകൊണ്ട് ആ സ്വിച്ച് ഒരു കാരണവശാലും മറ്റുള്ള കൈകളിലേക്ക് കൊടുക്കാൻ പാടില്ല. ആ സ്വിച്ച് നമ്മുടെ കൈകളിൽ തന്നെയായിരിക്കണം. അത് നമ്മൾ ആ സ്വിച്ച് ഇട്ടാൽ മാത്രമേ ആ ലൈറ്റ് കത്താവൂ. നമ്മൾ ഓഫാക്കിയാൽ മാത്രമേ ആ ലൈറ്റ് ഓഫ് ആവാവൂ. അതല്ലാതെ മറ്റുള്ള ആളുകളുടെ കൈകളിലേക്ക് ആ സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ അടിച്ചു പോകും. അതുകൊണ്ട് എല്ലാരും പറയും. അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ ഇതൊന്നും പഠിച്ചത് പോരാ, എന്നും ഒരുപാട് പഠിക്കാനുണ്ട്, ഇതൊന്നും എവിടെ എത്തിയിട്ടില്ല.
അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും മീറ്റിങ്ങുകളിലും ട്രെയിനിങ്ങുകളിലും പോകണം. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള അല്ലെ ലീഡേഴ്സ് ട്രെയിനിങ്ങിൽ നിർബന്ധമായിട്ടും പോകണം എന്നുള്ളതാണ്. ലീഡേഴ്സ് ട്രെയിനിങ്ങിൽ നിർബന്ധമായിട്ടും പോകണം. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്ന ട്രെയിനിങ്ങിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അവർ നേരിട്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ ലീഡേഴ്സ് ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവായിട്ട് കാണാതെ നിർബന്ധമായിട്ട് പോകണം. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പക്ഷെ ലീഡേഴ്സ് ട്രെയിനിങ്ങിൽ ഒരു പ്രാധാന്യം പറയാന്ന്. ലീഡേഴ്സ് ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോ DTCയും എന്താ പറയാ TCയും ATCയും DTCയും ഒക്കെ ട്രെയിനിങ് വരാറുണ്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആര് വരികയില്ല, അവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവൂല അല്ലെ, അവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവൂല. അപ്പൊ ആ ട്രെയിനിങ്ങിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങള് കൃത്യമായി എഴുതി വെക്കുക, പോയിന്റുകൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് വീട്ടിൽ വന്ന് അതൊന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഒന്നും കൂടെ എന്താ റീബൈൻഡ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, കുറച്ച് പോയിന്റുകൾ നമുക്ക് മനസ്സിലാവും. ആ പോയിന്റുകൾ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അധികം ലേറ്റ് ആക്കാൻ പാടില്ല. പിറ്റേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് വിളിക്കണം. പെട്ടെന്ന് രാജീവൻ സാറാണോ ഓപ്പൺ ആയത്? അപ്പോ പെട്ടെന്നൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് വിളിക്കണം. പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ, നിങ്ങൾ അവിടെ ലീഡേഴ്സ് ഒന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് ആ ലീഡേഴ്സ് ട്രെയിനിങ് എന്ന് കിട്ടിയ കാര്യങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ 1-2-3-5 എത്ര ആളാവട്ടെ അവരുടെ മുന്നിൽ നിന്ന് പ്രസന്റ് ചെയ്യാൻ തുടങ്ങണം. അവരുടെ മുന്നിൽ നിന്ന് പ്രസന്റ് ചെയ്യാൻ തുടങ്ങണം. ഇന്നലെ നമ്മുടെ മീറ്റിംഗ്, നമ്മുടെ ബിസിനസ് ഈ ഒരു രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നലെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഇതിലേക്ക് കടക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയ കുറേ എന്താ പറയാ സ്ലൈഡുകൾ ഇല്ലെങ്കിൽ കുറെ പോയിന്റുകൾ ഉണ്ടാവുമല്ലോ. ആ പോയിന്റുകൾ വെച്ചിട്ട് നിങ്ങൾ ഒരു എന്താ പറയാ 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് തുടങ്ങി നമുക്ക് പിന്നെ ഓരോ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിക്കും, അവർക്ക് ഇത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരും പഠിക്കും, നമ്മളും പഠിക്കും. അങ്ങനെയാണ് കൃത്യമായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു എന്താ പറയാ മൈ ലൈഫ് സ്റ്റൈൽ കരിയറിൽ ഞാനൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും എന്നതാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വീട്ടില് നിർബന്ധമായിട്ടും ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ്. വീട്ടില് സപ്പോർട്ട് അത്യാവശ്യമായത് കൊണ്ട് ഞാൻ എൻ്റെ മീറ്റിങ്ങുകളും എന്താ പറയാ കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ എന്താ പറയാ സജി സാറിനൊക്കെ അറിയാം. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ഒരു കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താ പറയാ ഒരു നല്ലൊരു സംഭവ ബഹുലമായി തന്നെ കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പ് നടത്തി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ തുടക്കത്തിൽ തന്നെ. അപ്പോ ആ കട്ടിംഗ് എഡ്ജ് എന്താ പറയാ നല്ല രീതിയിൽ തുടങ്ങി. അപ്പൊ അത് വീട്ടിൽ ഇങ്ങനെ ഓരോരുത്തർ വരികയും ഈ ബിസിനസിനെ പറ്റി പറയുകയും ഇങ്ങനെ 2,10,000 ഒക്കെ നമ്മുടെ വീടുകളിലെ റൂമുകളിൽ ഇങ്ങനെ അലയടിക്കുന്ന സമയത്ത് നമ്മുടെ വൈഫും അമ്മയും മക്കളൊക്കെ ഇത് കേൾക്കുകയും അപ്പോ ഇതിൽ എന്തൊക്കെയോ കിട്ടും എന്നുള്ള പ്രതീക്ഷ അവർക്ക് നൽകുകയും ചെയ്യുമ്പോഴാണ് അവർ നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരാളായി 2 ആളായി അങ്ങനെ കുറച്ച് ടീമുകളായി, അങ്ങനെ എൻ്റെ ഒരു ടീം ഡെവലപ്പായി വലിയ ടീമായി മാറുന്നു. അപ്പൊ ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇതെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസം അവരിലേക്ക് വരുമ്പോഴാണ് ശരി കുഴപ്പമില്ല വിട്ടോ വേഗം ഇനി അടുത്ത ആളുകളിലേക്ക് പോട് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ വീടുകളിലെ കേന്ദ്രീകരിച്ച് പ്രോഗ്രാമുകൾ നടക്കണം. നിർബന്ധമായിട്ടും വീടുകൾ കേന്ദ്രീകരിച്ച് പ്രോഗ്രാമുകൾ നടക്കുമ്പോഴാണ് ഈ ബിസിനസ് നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടാകുന്നത്. അവരെ ഓരോ മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലൊക്കെ കൊണ്ടുപോവുക. നമുക്ക് ആദരവൊക്കെ കിട്ടുന്ന മീറ്റിങ്ങിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അവരെ വിളിച്ചു കൊണ്ടുപോകണം. ആ മീറ്റിങ്ങിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു ആദരവൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ച ആളുകളായിരിക്കും അവരൊക്കെ. അപ്പൊ അവർക്കൊക്കെ ഇത് കിട്ടാത്ത സമയത്ത് നമ്മുടെ സഹായത്തോടു കൂടി അവർക്ക് അത് കിട്ടുമ്പോ അവർക്ക് നമ്മളെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യും അല്ലെ, നന്നായി സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടണം. അപ്പൊ ഇവിടെ ബിസിനസ്സില് നമ്മുടെ എന്താ പറയാ സമയം അതിക്രമിച്ചു. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് പറയാനുണ്ട്. നമ്മൾ പറഞ്ഞ